കേരളം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന ചോദ്യം മുൻപും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു തരുമോ? ചോദ്യം വ്യക്തമാകാതെ എങ്ങനെ ഉത്തരം പറയും? ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കാൻ ഞാൻ സമീപകാലത്ത് കേരളത്തിലുണ്ടായ 4-5 സംഭവങ്ങൾ പറയാം. എന്നിട്ട് നിങ്ങൾ തന്നെ ഇതിന് ഉത്തരം കണ്ടെത്തും. ഒന്നാമത്തെ സംഭവം കുറ്റ്യാടിക്കടുത്ത് നെടുമണ്ണൂർ LP സ്കൂളിലാണ് നടന്നത്. ഒരു പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സ്കൂളിൽ ഒരു ഗണപതി ഹോമവും പൂജയും നടക്കുന്നിടത്തേക്ക് CPM DYFI പ്രവർത്തകർ ഇരച്ചു കയറി പൂജ അലങ്കോലപ്പെടുത്തുന്നു. പൂജാദ്രവ്യങ്ങൾ തട്ടിക്കളയുന്നു. ഹോമകുണ്ഡം തട്ടിത്തെറിപ്പിക്കുന്നു. വലിയ ബഹളമായിരുന്നു. ഒടുക്കം പോലീസ് എത്തുന്നു. പൂജാരികളെ കസ്റ്റഡിയിൽ എടുക്കുന്നു. കുറ്റം പറയരുതല്ലോ, പോലീസ് കേസൊന്നും എടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. ഏതൊരു വ്യക്തിക്കും അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് പൂജ നടത്തുവാനുള്ള അനുമതി നമ്മുടെ ഭരണഘടന തരുന്നില്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് ചില വിഭാഗം ആൾക്കാരുടെ കാര്യം വരുമ്പോൾ ഒരു അസഹിഷ്ണുത? എന്തുകൊണ്ടാണ് ഇങ്ങനെ? മതേതരത്വം സംരക്ഷിക്കപ്പെടാനാണത്രേ ഇവർ ഇങ്ങനെ ചെയ്തത്. ഇനി നിങ്ങൾ പറയൂ, മതേതരത്വം സംരക്ഷിക്കപ്പെട്ടോ? രണ്ടാമത്തെ സംഭവം പൂഞ്ഞാറിലാണ് നടന്നത്. ഒരു പള്ളിയുടെ അങ്കണത്തിലേക്ക് കുറച്ച് വിദ്യാർത്ഥികൾ കടന്നു കയറുന്നു. അവരോട് ഇറങ്ങിപ്പോകാൻ ഒരു വൈദികൻ ആവശ്യപ്പെടുന്നു. ഒടുക്കം വൈദികന് പരിക്കേൽക്കുന്നു. അദ്ദേഹം ആശുപത്രിയിലാകുന്നു. രസകരമായ സംഭവം ഇതൊന്നുമല്ല. പിറ്റേന്നിറങ്ങിയ മനോരമ പത്രത്തിൻ്റെ ആദ്യത്തെ പേജിലെ പ്രധാന വാർത്ത അടിയകത്തും പുറത്തും എന്നായിരുന്നു. അതിന് താഴെ ഒരു 3 കോളം വാർത്ത. അതിൻ്റെ തലക്കെട്ട് അധ്യാപക ഡോക്ടർ ദമ്പതികളെ ബൈക്കിലെത്തിയ സംഘം കാറിനെ പിന്തുടർന്ന് മർദ്ദിച്ചു എന്നായിരുന്നു. പ്രൊഫസർ നൗഫൽ, ഭാര്യ ഡോക്ടർ ഷഹർ ബാനു എന്നിവരാണ് പൊന്നാനിക്കടുത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടത്. ഓവർടേക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു തുടക്കം. സംഭവം നടന്നത് വ്യാഴാഴ്ച രാത്രി 10:30-ആയിരുന്നു. പ്രതികളുടെ പേരും നാളും ജാതകവും മനോരമ തപ്പിയെടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പൊന്നാനി ഈശ്വരമംഗലം പുഴവക്കത്ത് പറമ്പിൽ അനീഷ്, വള്ളിക്കാട്ട് വളപ്പിൽ ബിനീഷ്, ഇവരാണ് പ്രതികൾ. അവരുടെ മനോഹരമായ കളർ ഫോട്ടോയും മനോരമയുടെ 1-ാം പേജിൽ അലങ്കരിക്കുന്നുണ്ട്. കാറിൻ്റെ ചില്ല് കയ്യിൽ തറച്ച് പരിക്ക് പറ്റിയ പ്രൊഫസറും കുടുംബവും വേറൊരു വാഹനത്തിൽ യാത്ര തുടർന്നുവെന്നും പോലീസ് പ്രതികളെ ഉടനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയെന്നും കോടതി അവരെ റിമാൻഡ് ചെയ്തുവെന്നും മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1-ാം പേജിലെ ആകെ വാർത്താസ്ഥലത്തിൻ്റെ 5-1 മനോരമ ഈ വാർത്തയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല. മനോരമയുടെ മുഖപ്രസംഗം വരെ ആ സംഭവത്തെക്കുറിച്ചായിരുന്നു. എന്നാൽ പൊന്നാനിയിലെ സംഭവം ഇത്ര വിശദമായി നേരിൽ കണ്ടതുപോലെ റിപ്പോർട്ട് ചെയ്ത മനോരമ പൂഞ്ഞാറിൽ സ്വന്തം മൂക്കിന് താഴെ നടന്ന സംഭവം പോലീസിൻ്റെ സൂചന മാത്രം അടിസ്ഥാനമാക്കി എന്തുകൊണ്ടാണ് 6-ാം പേജിൽ ഒരു അനാഥപ്രേതം പോലെ കിടക്കുന്ന ഒരു വാർത്ത ആക്കിയത്? എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇതാണോ പത്രധർമ്മം? എന്തുകൊണ്ടായിരിക്കും മനോരമ ഈ വാർത്ത ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തത്? കേരളീയ സമൂഹം ചിന്തിക്കണം. എങ്ങോട്ടാണ് കേരളം പോകുന്നത്? എൻ്റെ മൂന്നാമത്തെ ചോദ്യം മറ്റൊരു സംഭവത്തെ ആസ്പദമാക്കിയാണ്. പത്തനംതിട്ടയുടെ മുൻ ജില്ലാ കളക്ടറും ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീമതി ദിവ്യ S. അയ്യർ ആറ്റുകാല പൊങ്കാല അർപ്പിക്കുന്ന ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്നതിന് പിറകെ പോസ്റ്റിൽ ജിഹാദികളുടെ വക പൊങ്കാല. ഭർത്താവ് മുൻ MLA ശബരിനാഥാണ് ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ഈ പോസ്റ്റിന് താഴെ വന്ന അധിക്ഷേപ കമൻറ്റുകൾ നിരവധിയായിരുന്നു. അടുപ്പിൽ ചിക്കൻ കറിയാണോ, മുട്ടക്കറിയാണോ, ഇതാണോ നിങ്ങളുടെയൊക്കെ വിശ്വാസം, നിങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം എന്ന മട്ടിലായിരുന്നു കമൻറ്റുകൾ. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആറ്റുകാൽ ദേവിയെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളും പോസ്റ്റിന് താഴെ നിരവധി ഉണ്ടായിരുന്നു. ഒരുവൾ അവരുടെ വിശ്വാസമനുസരിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തിനാണ് അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതും അതിനെതിരെ ഇങ്ങനെ സ്വയം കുരുപൊട്ടിച്ചു കൊണ്ടിരിക്കുന്നതും? അവർ അവരുടെ വിശ്വാസത്തിൽ ഭക്തിയിലൊക്കെ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതാർക്കും ഉപദ്രവകരമല്ല എന്നിരിക്കെ എന്തിനാണ് സുഡാപ്പികൾ അവരെ അധിക്ഷേപിക്കുന്നത്? കഷ്ടം എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? അവർ ഒരു RSSകാരിയല്ല, ഒരു സംഘപരിവാറുകാരിയുമല്ല. എന്നിട്ടും ഇങ്ങനെ ഒരാളുടെ വിശ്വാസത്തെ അവഹേളിക്കുവാൻ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ശ്രമിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ തന്നെ ചിന്തിക്കണം, നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തണം. എൻ്റെ നാലാമത്തെ ചോദ്യം, കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കലോത്സവം തിരുവനന്തപുരത്ത് മാർച്ച് 7-ന് തുടങ്ങാൻ പോകുകയാണ്. ഈ കലോത്സവത്തിന് ഭാരവാഹികൾ നൽകിയിരിക്കുന്ന പേര് ഇന്തിഫാദ എന്നാണ്. അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്നായിരുന്നു ടാഗ് ലൈൻ. എന്താണ് ഈ ഇന്തിഫാദ? വാക്കിൻ്റെ അർത്ഥം കുടഞ്ഞു കളയുക, ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെയാണെങ്കിലും ഇവരുദ്ദേശിക്കുന്നത് ചെറുത്ത് നിൽപ്പ് എന്നാണ്. ഇസ്രായേലിനെതിരെ
പാലസ്റ്റൈൻ്റെ ചെറുത്തു നിൽപ്പിനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഹമാസ് നടത്തുന്ന ശുദ്ധമായ ടെററിസമാണെന്ന ബോധം ലോകത്തുള്ള ഒട്ടുമിക്ക മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് പോലും ഉള്ളപ്പോൾ കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ ഇങ്ങനെയൊക്കെ അവരുടെ കലോത്സവത്തിന് പേരിടുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ആരെ സുഖിപ്പിക്കാനാണ്? പൗരത്വ ഭേദഗതി പ്രക്ഷോഭ നാളുകളിൽ JNUവിലെ ചില മലയാളി പെൺകുട്ടികൾ ഈ മുദ്രാവാക്യം ഉപയോഗിച്ച് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വളരെ നിഷ്കളങ്കമായ ഒരു വാക്കൊന്നുമല്ല ഈ ഇന്തിഫാദ. ഇസ്ലാമിക ജിഹാദിലൂടെ ഒരു കാര്യം നേടാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ അതിന് ആ അർത്ഥത്തിൽ തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് ഇന്തിഫാദ. ആൻറ്റി ഇസ്രായേൽ ഡെമോൺസ്ട്രേഷൻസിൽ പലയിടത്തും ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യവും ഗ്ലോബലൈസ് ദ ഇന്തിഫാദ എന്നായിരുന്നു. ഇസ്രായേലിനെതിരെയും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരെയും കടുത്ത പ്രതിരോധം ഉയർത്തുക, അതും വയലൻസിലൂടെ. ആ ഇന്തിഫാദയാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിന് മുദ്രാവാക്യമാകുന്നത്. ഒരു കാര്യം മാത്രം പറയാം, കമ്മ്യൂണിസത്തിൻ്റെ അവസാനം SFIയിലൂടെ എന്നാണ് പുറത്തു വരുന്ന എല്ലാ പുതിയ വാർത്തകളും സൂചിപ്പിക്കുന്നത്. നമ്മൾ സ്വയം പ്രബുദ്ധരാണ് എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് പ്രബുദ്ധരെ, നിങ്ങളുടെ ചിന്തകളിലേക്ക് ഞാൻ ഈ വിഷയം ഇടുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഉത്തരം നിങ്ങൾ തന്നെ തരും. ഏറ്റവും ഒടുവിൽ പൂക്കോട്ടെ വെറ്റിനറി കോളേജിൽ നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്? അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കേരളം എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ ചിന്തിക്കണം, ഒരു ഉത്തരം കണ്ടെത്തുകയും വേണം. നാളെ കേരളത്തിന് എന്തും സംഭവിക്കാം. കേരളം ഒരർത്ഥത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.